ഹലോ മക്കൾസ്, നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് മഞ്ചിൽ ക്യൂർ അഥവാ പാരിഭാഷിക് ശബ്ദാവലി എന്നുള്ള പാഠം. ഓക്കെ, ഈ പാഠത്തിൽ നമുക്ക് 8 മാർക്കിന്റെ ഒരു ചോദ്യമാണ് വരുന്നത്. സഖി മിലാൻ കരെ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിക്കുന്നത്. കുറച്ച് ഹിന്ദി വാക്കുകൾ തന്നിട്ട് അതിന് ഇംഗ്ലീഷ് വാക്കും തരും, എന്നിട്ട് മിക്സ് ആക്കി തരും. അതിന് നമ്മൾ ശരിയായത് എഴുതുകയാണ് വേണ്ടത്. ആ 8 മാർക്ക് സ്വന്തമാക്കാൻ നമ്മൾ ഈ കാര്യമാണ് പഠിക്കേണ്ടത്. നോക്കൂ മക്കളെ, ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണുവാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ പരമാണു. ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ബീജഗണിതാണ്. ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ജൈവ രസായനം എന്നാണ്. കോമേഴ്സ് എന്ന് പറഞ്ഞാൽ വാണിജ്യം എന്നാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണം എന്നാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതികി എന്നാണ്. സോഷ്യോളജിക്ക് നമ്മൾ സമാജ വിജ്ഞാൻ എന്നാണ് പറയുന്നത്. അഡ്വാൻസിന് നമ്മൾ പേശങ്കി എന്ന് പറയുന്നു. അഫിഡവിറ്റിന് നമ്മൾ ശപഥപത്ര എന്ന് പറയുന്നു. ആൾജിബ്ര എന്നുള്ളതിന് ബീജഗണിതം എന്ന് പറയുന്നു. വാക്സിനേഷൻ എന്നുള്ളതിന് നമ്മൾ ടിക്കാകരൺ എന്നാണ് പറയുന്നത്. അതുപോലെ ബാക്ടീരിയ എന്നുള്ളതിന് നമ്മൾ ജീവാണു എന്ന് പറയുന്നു. ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതിന് ജൈവ വിവിധത എന്ന് പറയുന്നു. ബോറോവർ എന്നുള്ളതിന് ഉദാരകർത്ത എന്നാണ് നമ്മൾ പറയുന്നത്. സർട്ടിഫിക്കറ്റ് എന്നുള്ളതിന് പ്രമാൺ പത്ര എന്നാണ് നമ്മൾ പറയുന്നത്. സെസ് എന്നുള്ളതിന് ഉപകർ എന്ന് പറയുന്നു. കെമിസ്ട്രി എന്നുള്ളതിന് രസായൻ വിജ്ഞാൻ എന്ന് പറയുന്നു. ഡിസ്കൗണ്ടിന് നമ്മൾ പറയുന്നത് ബട്ട എന്നാണ്. എനർജിക്ക് നമ്മൾ പറയുന്നത് ഊർജ എന്നാണ്. ഓക്കെ, പിന്നീട് കോപ്പി റൈറ്റിന് നമ്മൾ പറയുന്നത് സർവാധികാർ എന്നാണ്. ഇക്കോളജി എന്നുള്ളതിന് നമ്മൾ പാരിസ്ഥിതികി എന്ന് പറയുന്നു. അൾട്രാ വയലറ്റ് എന്നുള്ളതിന് പരാഭയങ്കിനി എന്ന് പറയുന്നു. വൈറസ് എന്നുള്ളതിന് നമ്മൾ വിഷാണു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിയോഗ്രഫി എന്നുള്ളതിന് ഭൂഗോൾ എന്ന് പറയുന്നു. പിന്നെ ജിയോമെട്രി എന്നുള്ളതിന് രേഖാഗണിതം എന്ന് പറയുന്നു. ഓർഡർ നമ്പർ എന്നുള്ളതിന് നമ്മൾ വിഷം സംഖ്യ എന്ന് പറയുന്നു. അടുത്തത് പാറ്റേൺ എന്നുള്ളതിന് പ്രതിമാനം എന്നാണ് പറയുന്നത്. ഫിസിക്സ് എന്നുള്ളതിന് നമ്മൾ ഭൗതികി എന്ന് പറയുന്നു അല്ലേ. പെർസെൻറ്റ് എന്നുള്ളതിന് നമ്മൾ പ്രതിശത് എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ ഹ്യൂമാനിറ്റീസ് എന്നുള്ളതിന് മാനവികി എന്ന് പറയുന്നു. റേഷ്യോ എന്നുള്ളതിന് നമ്മൾ അനുപാതം എന്ന് പറയുന്നു. റേഡിയേഷൻ എന്നുള്ളതിന് നമ്മൾ വികിരൺ എന്ന് പറയുന്നു. സാറ്റലൈറ്റ് എന്നുള്ളതിന് നമ്മൾ ഉപഗ്രഹം എന്ന് പറയുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളതിന് നമ്മൾ സാഖ്യികി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും വായിച്ചതിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കേണ്ടത്, പ്രത്യേകം പഠിക്കേണ്ടത്, ആറ്റം എന്നുള്ളതിന് നമ്മൾ പരമാണു എന്നാണ് പറയുന്നത്. വൈറസ് എന്നുള്ളതിന് വിഷാണു എന്നാണ് പറയുന്നത്. ബാക്ടീരിയ എന്നുള്ളതിന് ജീവാണു എന്നാണ് പറയുന്നത്. അപ്പം ആറ്റം, വൈറസ്, ബാക്ടീരിയ എന്നിവയ്ക്ക് പരമാണു, വിഷാണു, ജീവാണു എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പരസ്പരം മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, ബൈ.